നമസ്കാരം. അങ്ങനെ 5 കളികളുള്ള പരമ്പരയിൽ 4-1 സ്വന്തമാക്കി ഇന്ത്യ പരമ്പര നേടിയിരിക്കുന്നു. അപ്പോൾ സിംബാബ്വെയെ 4-1 നിലംപരിശാക്കിക്കൊണ്ട് ഇന്ത്യ പിന്നീട് പരമ്പര നേടിയിരിക്കുന്നു. സത്യം പറഞ്ഞാൽ 42 റൺസിന്റെ നല്ലൊരു വിജയമാണ് ഇന്ത്യ കൈക്കലാക്കിയത് എന്ന് തന്നെ നമുക്ക് പറയേണ്ടതായിരിക്കുന്നു. അപ്പോൾ ഇവിടെ ഫസ്റ്റ് ഇന്നിങ്സിൽ ഇന്ത്യ 167 റൺസ് അടിച്ചിട്ടുണ്ട്, 6 വിക്കറ്റിൽ. ആരാണ് കളിച്ചത് നിസ്സംശയം നമുക്ക് പറയാം, മറ്റാരുമല്ല നമ്മുടെ സഞ്ജു സാംസന്റെ ബാറ്റിംഗ് മികവിലാണ് ഇന്ത്യ 167 റൺസ് എന്ന് പറയുന്ന സ്കോറിലേക്ക് എത്തിയത്. മനസ്സിലായി, ഒരു മാന്യമായിട്ട് ഡീസൻ്റ് ആയിട്ടുള്ള സ്കോറിലേക്ക് എത്തിയത് സഞ്ജു സാംസന്റെ തകർപ്പൻ ബാറ്റിംഗ് ആയിരുന്നു. പിന്നീട് ഒരു T20 സ്റ്റൈൽ ബാറ്റിംഗ് അല്ലെങ്കിൽ ഒരു തട്ടുപൊളിപ്പൻ ബാറ്റിംഗ് അങ്ങനെയൊന്നും പറയാൻ പറ്റത്തില്ല. അതായത് സഞ്ജു സാംസൺ അടിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം. എത്ര ബോളിൽ 45 ബോളിൽ നിന്ന് 58 റൺസ്, വലിയൊരു തീപ്പൊരി ബാറ്റിംഗ് എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, 3 മുൻനിര ബാറ്റ്സ്മാൻമാർ പരാജയപ്പെട്ടെടുത്തത് നിന്നാണ് സഞ്ജു സാംസന്റെ ഈ അത്യുഗ്ര ബാറ്റിംഗ് പുറത്തെടുത്തത്. അതുകൊണ്ടാണ് ഇന്ത്യ 167 റൺസ് എന്ന് പറയുന്ന സ്കോറിലേക്ക് എത്തിയത്. കാരണം അവിടെ യശസ്വി ജയ്സ്വാൾ 12 റൺസിന് ഔട്ടാകുന്നു, പിന്നെ ശുഭം ഗിൽ 13 റൺസിന് ഔട്ടാകുന്നു, അഭിഷേക് ശർമ്മ വെറും 14 റൺസിന് ഔട്ടാകുന്നു. അങ്ങനെ 3 വിക്കറ്റുകൾ പറപറ ഒഴിഞ്ഞത്. ഈ 3 പേരും ടോപ്പ് സ്കോറേഴ്സ് ആണ് അല്ലേ. അതിപ്പോൾ യശസ്വി ആയിക്കോട്ടെ, ശുഭം ഗിൽ ആയിക്കോട്ടെ, പിന്നീട് അഭിഷേക് ശർമ്മ അവിടെ ഇതുവരെ ഈ പരമ്പരയിൽ ഏറ്റവും കൂടുതൽ റൺസ് അടിച്ച വ്യക്തിയാണ്. ഇവരെല്ലാവരും ഈ 2 അക്കം കാണാതെ പുറത്ത്, അല്ലെങ്കിൽ 15 14 മേളിലോട്ട് കാണാതെ പുറത്തായപ്പോൾ അവിടെ സഞ്ജുവിന് ആദ്യമായിട്ട് നല്ല ത്രൂ ഔട്ടായിട്ട് ഒരു അവസരം കിട്ടിയ ഒരു കളിയായിരുന്നു ഇന്ന്. ഒരു കളി മാത്രമേ ബാറ്റ് ചെയ്യാൻ അവസരം കിട്ടുള്ളൂ, അതിൽ നോട്ട് ഔട്ട് ആയിരുന്നു, 12 റൺസ് എന്തോ അടിച്ചു. അപ്പൊ ഇന്ന് അവന് കിട്ടിയ അവസരമാണ്. ഇതുപോലുള്ള കളികളിലാണ് പലപ്പോഴും സഞ്ജു എന്ത് ചെയ്യുന്നത്, പരാജയപ്പെട്ടുകൊണ്ടിരുന്നത്. പക്ഷെ ഇവിടെ സഞ്ജുവിന്റെ കിടിലം പിന്നീട് ബാറ്റിംഗ് ആയിരുന്നു. സഞ്ജു വളരെ വളരെ കോൺഫിഡൻസ് കൂടിയും അല്ലെങ്കിൽ വളരെ മെച്ചുവറായും കളിച്ചു എന്ന് പറയാം അല്ലേ. അതായത് വിക്കറ്റുകൾ വലിച്ചെറിയാതെ സൂക്ഷിക്കുകയും അതിനോടൊപ്പം സ്കോർ ഉയർത്തേണ്ട അവസരങ്ങൾ സ്കോർ ഉയർത്തുകയും ചെയ്തിട്ടുണ്ട്. അതായത് റാസിയെ വന്നിട്ട് പിന്നെ ലോങ് ഓളിലോട്ട് ഒരു 6 അടിച്ച് 110 മീറ്റർ ദൂരം കിടിലം 1.5 അടിയായിരുന്നു. അവസരത്തിന് ഒത്ത് എന്ത് ചെയ്യണം, അവസരം കിട്ടിയപ്പോഴൊക്കെ പിന്നീട് എനിക്കൊന്ന് എത്ര 6 അടിച്ചു, 4 6 അടിച്ചു. മറ്റാരും അങ്ങനെ വലിയ 6 ഒന്നും അടിച്ചിട്ടില്ല. യശസ്വി പിന്നെ 2 6 അടിച്ചു. പിന്നെ ആരാണ്, ശുഭൻ ദൂബെ ലാസ്റ്റ് വന്നിട്ട് 2 6 അടിച്ചു. ഇത്രയേ ഉള്ളൂ. ഏറ്റവും കൂടുതൽ 6 അടിച്ചതും ഈ പറയുന്ന സഞ്ജുവാണ്. സഞ്ജു പിന്നെ 1-2 കേച്ചുകൾ എടുത്തു. എനിക്കൊന്നും ഞാൻ കണ്ടില്ല, മാൻ ഓഫ് ദി മാച്ച് ചിലപ്പോൾ സഞ്ജുവിനായിരിക്കാൻ കൊടുക്കുന്നു. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ബൗളറായ മുകേഷ് കുമാർ 4 വിക്കറ്റ് എടുത്തു. അപ്പോൾ എന്തായാലും പിന്നീട് നമ്മുടെ സഞ്ജു സാംസന്റെ അടിപൊളി ബാറ്റിംഗ്, നല്ല മെച്ചുവറായ ബാറ്റിംഗ് മികവിൽ ഇന്ത്യ 167 റൺസ് എടുത്തപ്പോൾ അവസാന ഘട്ടങ്ങളിലൊക്കെ സിംബാബ്വെ ബൗളർമാർ നല്ല രീതിയിൽ എറിഞ്ഞു പിടിച്ചു. ഇതൊരു 190 റൺസിലേക്ക് പോകുമെന്ന് അതായത് സഞ്ജു സാംസണും നമ്മുടെ പിന്നെ പരാഗൊക്കെ നിന്നപ്പോൾ ഒരു 190 റൺസ് 180 റൺസൊക്കെ പോകുമെന്ന് പ്രതീക്ഷിച്ചെങ്കിലും അവസാനമായിട്ട് വന്നപ്പോൾ സിംബാബ്വെ ബൗളേഴ്സ് നല്ല രീതിയിൽ എറിഞ്ഞു പിടിച്ചു. അതിൻ്റെ പിൻബലത്തിലാണ് അതുകൊണ്ടാണ് 167 റൺസിൽ ഇന്ത്യ ഒതുങ്ങിപ്പോയത്. അവസാനം വന്ന് ശിവൻ ഡൂബയ്ക്ക് ആദ്യം അടിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ 2 6 ഒക്കെ അടിച്ചത് കൊണ്ട് 12 ബോളിൽ 26 റൺസ് ശിവൻ ഡൂബെ അടിച്ചിട്ടുണ്ട്. ഇത്രയൊക്കെ തന്നെയാണ്. അപ്പോൾ ഇനി അവരുടെ ബാറ്റിൽ അവർ 125 റൺസിന് ആൾ ഔട്ടായാണ് ചെയ്തത്. സിംബാബ്വെ 125 റൺസിന് ആൾ ഔട്ടായി. അങ്ങനെ വലുതായിട്ട് ആരും അടിച്ചതായിട്ട് തോന്നില്ല. അവർ തന്നെ എത്രയാണ്, മറുമാണി എത്ര 24 റൺസ് എന്തോ മറുമാണി അടിച്ചു. പിന്നെ ആരാണ് 27 റൺസ് മറുമാണി അടിച്ചു. പിന്നീട് ഡിയോൺ മയേഴ്സ് 34 റൺസ്. ഇത് രണ്ടുമാണ് അവർ കളിച്ചത്, വേറെ ആരും കളിച്ചില്ല. പിന്നീട് വിക്കറ്റ് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ മുകേഷ് കുമാർ പിന്നീട് എന്ത് ചെയ്തു, 22 റൺസ് വിട്ടുകൊടുത്തുകൊണ്ട് 4 വിക്കറ്റ് തള്ളിയിട്ടു. പിന്നീട് ശുഭൻ ഡൂബെ 2 വിക്കറ്റ് തള്ളിയിട്ടു. പിന്നെ ദേശ് പാണ്ഡ്യ 1 വിക്കറ്റും വാഷിംഗ്ടൺ സുന്ദർ എല്ലായ്പ്പോഴും പോലെ 1 വിക്കറ്റ് തള്ളിയിട്ടു. അപ്പം എന്തൊക്കെ പറഞ്ഞാലും ഇന്നത്തെ കളി നമ്മൾ ഞെട്ടിക്കൊണ്ടാണ് നമ്മൾ കണ്ടു തുടങ്ങിയത്. അതായത് തുടക്കം 2 6 ഒക്കെ അടിച്ചുകൊണ്ട് നമ്മുടെ ജയ്സ്വാൾ വളരെ ഗംഭീരമായിട്ടുള്ള തുടക്കം കുറിച്ചുവെങ്കിലും ആ ഓവറിൽ തന്നെ സിക്കന്ദർ റാസയുടെ ബൗളിൽ ബൗൾഡ് ആവുകയാണ് ചെയ്തത്. അതിനുശേഷം പിന്നീട് ബാറ്റിങ്ങിന്റെ താളം കണ്ടെത്താൻ പ്രയാസപ്പെടുന്ന ഗില്ലിനെ കണ്ടു. ഗില്ലും ഉടനെ ഔട്ടാകുന്നു. കഴിഞ്ഞ നമ്മളെ സെഞ്ചുറി വീരന അഭിഷേക് ശർമ്മയും ഉടനെ പരാജയപ്പെട്ടിടത്ത് നിന്ന് സഞ്ജു സാംസൺ വന്ന് എന്ത് ചെയ്തു, ഇന്നിംഗ് ബിൽഡ് ചെയ്യുക മാത്രമല്ല അവസരത്തിൽ അതിന് ആവശ്യമുള്ളപ്പോഴൊക്കെ സ്കോർ നില കൂട്ടി ഏറ്റവും അടിപൊളി സഞ്ജു സാംസന്റെ ഇന്നിങ്സുകളിൽ കുറേ ഇന്നിങ്സുകൾ 2ാമത്തെ സെഞ്ചുറി ഹാഫ് സെഞ്ചുറിയാണ് അവൻ ഇന്ന് നേടിയത്.
ചെയ്ത്. സഞ്ജു സാംസന്റെ കുറെ ഇന്നിങ്സ് നോക്കിയാൽ വൺ ഓഫ് ദ ബെസ്റ്റ് ഇന്നിങ്സ് ഞാൻ പറയാം. കാരണം ഇന്ത്യൻ ബാറ്റിംഗ് നിര തകർന്നെടുത്തുന്നതാണ് സഞ്ജു സാംസൺ തിരിച്ചു പോകുന്നത്. അപ്പോൾ എന്തായാലും ഇന്ത്യ അങ്ങനെ ജയിച്ചിരിക്കുന്നു. 5 കളികളുള്ള പരമ്പരയിൽ 4-1 പിന്നെ ആധികാരികമായി ജയിച്ചുകൊണ്ട് ഇന്ത്യ പരമ്പര സ്വന്തമാക്കിയിരുന്നു. അടുത്ത ഇനി നമ്മളിപ്പോൾ നേരെ പോകുന്നത് ശ്രീലങ്കയിലേക്കാണ്. അവിടെ വെച്ച് നമുക്ക് വീണ്ടും കാണാം. ജയ് ഹിന്ദ്.